If you practice many times, അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. Before he became the champion of the world, he became the champion in his mind. ഏകദേശം 65 ലക്ഷം രൂപയായിട്ട് ഇന്ത്യൻ റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേൾഡ് മൾട്ടി ബില്യണേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ അവർക്ക് കൊടുക്കുന്ന മോർണിംഗ് ഡിക്ലറേഷൻ ആണ്. 3 ഉണ്ട്, അതിൽ ഒരു ഡിക്ലറേഷനാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. GREENLIVES Coaching and Training Solution. Do you practice positive affirmation every day? ആരെങ്കിലും ചെയ്യാറുണ്ടോ? എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്? എന്തൊക്കെ അഫർമേഷൻസ് ആണ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുള്ളത്? അതെന്തൊക്കെ ഒരു ഉദാഹരണം പറയൂ, ഒരു എക്സാമ്പിൾ പറയൂ. അതന്നെ, അത് ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ദിക്ർ ചെല്ലുന്ന അഫർമേഷനാണ്. സുബ്ഹാൻ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞതാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഫർമേഷൻ. ഗായത്രി മന്ത്രം അഫർമേഷനാണ്. നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഫർമേഷൻസ് സർവേ സുഖിന സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശന്തു മ കശ്ച ദുഃഖ ഭാഗവത് ലോക സമസ്ത സുഖിനോ ഭവന്തു. ദാറ്റ് ഈസ് എൻ അഫർമേഷൻ അല്ലേ? ഗായത്രി മന്ത്രം എന്താണ്? അഫർമേഷനാണ്. ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓട്ടോ സജഷനാണ്. രണ്ട് ചെറിയ മാറ്റമുള്ളൂ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ അഫർമേഷൻസ് ഉണ്ട്. ബ്രെയിൻ ട്രേസിയുടെ 30 ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ട അഫർമേഷൻസ് ഉണ്ട്. ഓരോ ദിവസവും ബ്രെയിൻ ട്രേസി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ട്രെയിനർ ഉണ്ട്, പുള്ളിയുടെ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട അഫർമേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഡേ 1 പറയുകയാണെങ്കിൽ ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇത് പലതവണ പറയാം. അപ്പോൾ നമ്മളെന്താവും? നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. ഇതൊരു ബൈപ്പാസാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറാനുള്ള 3 ബൈപ്പാസാണുള്ളത്. ഒരു ബൈപ്പാസാണ് എന്ത്? അഫർമേഷൻ. അഫർമേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് മണി അഫർമേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബില്യണേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? മണി അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ ഐ ക്യാൻ ഡു എനിത്തിങ്, 2ാമത്തെ ദിവസം പറഞ്ഞിട്ടാണ് ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഇതൊരു അഫർമേഷനാണ്, പോസിറ്റീവ് അഫർമേഷനാണ്. ഇതിങ്ങനെ പലതവണ പറയണം, ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ക്യാൻ ഡു എനിത്തിങ്. ഇഫ് യു പ്രാക്ടീസ് മെനി ടൈംസ്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളെ മനസ്സിൽ ബോധ്യമായി കഴിഞ്ഞാൽ, മനസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോഡി എത്തും. മനസ്സാണ് ആദ്യം എത്തേണ്ടത്. ഇപ്പം നിങ്ങൾ മിസ്റ്റർ ഇന്ത്യ ആവുന്നത് നിങ്ങളുടെ മനസ്സിലാണ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലേ? ഇഫ് യു വാണ്ട് ടു ബിക്കം മിസ്റ്റർ ഇന്ത്യ, ഫസ്റ്റ് യു ഹാവ് ടു ബി എ ചാമ്പ്യൻ ഇൻ യുവർ മൈൻഡ്. ആദ്യം എല്ലാ ചാമ്പ്യൻ ആവുന്നത് മുഹമ്മദ് അലി ഉണ്ട്, ക്ലേഷ്യസ്ക. അയാൾ ബോക്സിൽ പോയിട്ട് സ്ഥിരമായിട്ട് പഞ്ച് ചെയ്യും, ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ഐ ആം ദ ചാമ്പ്യൻ, ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ഐ ആം ദ ചാമ്പ്യൻ. അങ്ങനെ പറഞ്ഞാൽ ചാമ്പ്യൻ ആവോ? ഇല്ല. പക്ഷെ അയാൾ മനസ്സിൽ ആദ്യം ചാമ്പ്യൻ ആയിട്ടുണ്ട്. മനസ്സിൽ ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ, ബിഫോർ ഹി ബിക്കെയിം ദ ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്, ഹി ബിക്കെയിം ദ ചാമ്പ്യൻ ഇൻ ഹിസ് മൈൻഡ് അല്ലേ? ലോകത്തിൻ്റെ ചാമ്പ്യൻ ആവുന്നതിന് മുമ്പ് മുഹമ്മദ് അലി ക്ലേഷ്യസ്കെ എന്തായിട്ടുണ്ട്? പുള്ളിയുടെ മനസ്സിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ മുസ്തഫ ആദ്യം ചാമ്പ്യൻ ആയത് എവിടെയായിരിക്കും? മനസ്സിലാണ് ഫസ്റ്റ് ചാമ്പ്യൻ ആയത്. മനസ്സിൽ ചാമ്പ്യൻ ആവാത്ത ആൾക്ക് എന്താകാൻ പറ്റില്ല? നാഷണൽ ലെവലിൽ ചാമ്പ്യൻ ആവാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ചാമ്പ്യൻ ആവേണ്ടത് എവിടെയാണ്? മനസ്സിലാണ്. അതിനെന്ത് സഹായിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ സെറ്റിംഗ് സഹായിക്കും, വിഷ്വലൈസേഷൻ സഹായിക്കും, അഫർമേഷൻ സഹായിക്കും, പിന്നെ ഡിസസോസിയേഷൻ സഹായിക്കും. അങ്ങനെ പല ടൂളുകളുണ്ട്. അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് എന്ത്? അഫർമേഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എവറി ഡേ. ഞാൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ഉണ്ട്. അത് ദ ലയൺ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദ ടൈറ്റാൻസ് മോർണിംഗ് ഡിക്ലറേഷൻ എന്ന് പറയാം. ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ഡിക്ലറേഷൻ. അത് ടൊറൻറ്റോയിൽ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി സോഡിൽ നമ്മൾ ലയൺ സ്റ്റോക്ക് നടത്തിയ സമയത്ത് ഞാൻ ആ അഫർമേഷൻസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. 14 ലൈൻ ഉണ്ട്. ദർ ആർ 14 ലൈൻസ് ഇൻ ദാറ്റ് അഫർമേഷൻ. ഇറ്റ്സ് റോബിൻ ശർമ്മ ഡിസൈൻ ചെയ്തൊരു അഫർമേഷനാണ്. അങ്ങനെ കുറേ അഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു അഫർമേഷൻസ് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും? ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് അത് എത്തിക്കാൻ അഫർമേഷൻസ് സഹായിക്കും. ഇതിലുള്ള ലൈൻസ് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്കിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇത് ശരിക്ക് ടൊറോണ്ടോയിൽ ഡിസംബർ 26 മുതൽ ഡിസംബർ 31 വരെ നടക്കുന്ന വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ടൈറ്റാൻ സബ്മിറ്റ്.
ഏകദേശം 65 ലക്ഷം രൂപയായിട്ട് ഇന്ത്യൻ റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേൾഡ് മൾട്ടി ബില്യണേഴ്സൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ അവർക്ക് കൊടുക്കുന്ന മോർണിംഗ് ഡിക്ലറേഷനാണ്. 3 ഉണ്ട്, അതിൽ ഒരു ഡിക്ലറേഷനാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ടൈറ്റാൻ മോർണിംഗ് ഡിക്ലറേഷൻ. അത് 14 ലൈൻ ഉണ്ട്. ഇത് പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഡിക്ലറേഷൻ പറയേണ്ടത്. നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിലാണ് പറയേണ്ടത്. പ്രസൻറ്റ് ടെൻസിൽ പറയുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ഏതായാലും ഞാൻ ജസ്റ്റ് പറയാം, എന്തായാലും 5 മിനിറ്റ് സമയം ഉണ്ടാകും. നമുക്ക് പറ്റുന്ന ലൈൻ എന്ന് പറയാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരു ലൈൻ ഇതാണ്, ഫസ്റ്റ് ലൈൻ ഇതാണ്. ടുഡേ ഐ സ്റ്റാൻഡ് ഫോർ മൈ ഹയസ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ബെസ്റ്റ്. ടുഡേ ഐ സ്റ്റാൻഡ് ഫോർ മൈ ഹയസ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ലൈനാണ്. ഒരു അഫർമേഷൻ ഫസ്റ്റ് ലൈൻ. 14 ലൈൻ ഉണ്ട്, അതിൽ ആദ്യത്തെ ലൈനാണ് ടുഡേ ഐ സ്റ്റാൻഡ് ഫോർ മൈ ഹയസ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും ഉയർന്നവും പരമവുമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ്. GREENLIVES Coaching and Training Solution.